പുതുക്കാട് നടക്കുന്ന ഇരിങ്ങാലക്കുട ഉപജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം പളിയ നൃത്തം ഇനത്തിൽ ഫലപ്രഖ്യാപനം വന്നതോടെ ബഹളം. രണ്ടാം സ്ഥാനം ലഭിച്ച എടതിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയവരാണ് ബഹളമുണ്ടാക്കിയത്. ചിലർ വേദിയിൽ കയറിയും ബഹളം വെച്ചു. ഇതോടെ പുതുക്കാട് പോലീസും സ്ഥലത്തെത്തി. ഫലപ്രഖ്യാപനത്തിൽ ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീൽ നൽകാൻ സംഘാടകർ ആവശ്യപ്പെട്ടെങ്കിലും ആദ്യഘട്ടത്തിൽ ഇവർ കൂട്ടാക്കിയില്ല. പിന്നീട് ശാന്തരാവുകയായിരുന്നു. ഇതിനിടെ മത്സരത്തിൽ പങ്കെടുത്തിറങ്ങിയ 3 കുട്ടികൾക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി. സ്ഥലത്തുണ്ടായിരുന്ന പുതുക്കാട് പോലീസ് ഉടനെ ഇവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്റെ പേര് ഹരിപ്രിയ. ഞാൻ HDP സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ വിഭാഗം എന്ന് പറഞ്ഞാൽ പളിയ നൃത്താണ്. ഞങ്ങൾ ഇവിടെ കളി നടത്തപ്പോഴത്തേനും എന്താ പറയാ, ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് തന്നില്ല അവര്. കാരണം ഒരു വെറും മേക്കപ്പിന്റെ കാര്യത്തിൽ ഇവിടെ 3 കുത്തിന്റെ കാര്യം മാത്രമാണ് അവര് പറഞ്ഞോളൂ ഒരു കാരണമായിട്ട്. ഞങ്ങള് എന്താ പറയുകയാണെങ്കിൽ മേക്കപ്പിൽ പറയുകയാണെങ്കിൽ നമുക്ക് മാലയൊക്കെ പറയാം. മാല പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അവര് ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് വെച്ചിട്ടാണ് അവരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് കിട്ടിയവര്. പിന്നെ കറണ്ട് പോയി. ഞങ്ങള് ഓഫാക്കിയതാണ് അവര്. ഞങ്ങള് ഇത് കളിച്ചോണ്ടിരിക്കുമ്പോ അവിടെ കറണ്ട് അവര് ഓഫാക്കിയതാണ്. ഞങ്ങക്ക് പാടാൻ പറ്റാണ്ട് മൈക്ക് പെട്ടെന്ന് അവര് മൈക്ക് ഓഫാക്കി പെട്ടെന്ന്. ഞങ്ങൾക്കാണ് കിട്ടേണ്ടിയിരുന്നത്. ഞങ്ങൾക്കത് കിട്ടിയില്ല. അവരുടെ ഡാൻസും കൊട്ടും പാട്ടും ഒക്കെ തെറ്റായിരുന്നു. ഞങ്ങള് ഒരു തെറ്റ് പോലും ഞങ്ങള് ഉണ്ടായില്ല. ഞങ്ങളുടെ ഒരു തെറ്റുണ്ടെങ്കിൽ ഞങ്ങള് ഇങ്ങനെ പറയില്ല. ചെസ് നമ്പർ എല്ലാവർക്കും ഒരുമിച്ചാ കിട്ടിയില്ല. പക്ഷെ ആദ്യത്തെ ടീം അവിടെ ഉണ്ടായിട്ട് ഞങ്ങളോടാണ് ആദ്യം കയറി കളിക്കാൻ പറഞ്ഞവര്. പിന്നെ ഇവിടെ ഫുള്ള് അവിടെ എർത്തൊക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് പറയുന്നതാണ്. ജെല്ലേമൊക്കെ പിടിക്കുമ്പോഴേക്കും കൈമൊക്കെ എർത്തടിക്കാൻ. എന്റെ ഒരു ശ്യാമാണ്. ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നത്. ഇവരെ ഞാനാ പഠിപ്പിച്ചത്. ഇവരെത്ര നന്നായി കളിച്ചു എന്ന് എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. ജഡ്ജിമെന്റ് എന്താ കാണിക്കുന്നൊക്കെ ഇവരെല്ലാരും കണ്ടതുമാണ്. പിന്നെ അവിടെ ഇന്നൊരു ടീച്ചർ വരെ മറ്റേ സ്കൂളിനെ ഒന്നാമത് കളിച്ച സ്കൂളിനെ വിളിച്ചാണ്ടി അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ നിന്നാണ് പറയുന്നത്. നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും അവര് തട്ടിപ്പ് കാണിക്കുന്നതെന്ന്. എന്നിട്ടാണ് അവിടെ അവര് റിസൾട്ട് അനൗൺസ്മെന്റ് ചെയ്തത്. അതും പോരാത്തണ്ട് ഇവര് ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാണ്ട് അവിടെ കളിച്ച്. മറ്റൊരു പറഞ്ഞ ഫസ്റ്റ് മുതലേ പാട്ടും സ്റ്റെപ്പും എല്ലാം തെറ്റിച്ച്. അവർക്ക് എന്തൊരു ന്യായം കൊടുക്കാന്? നമുക്കാണ് അവിടെ കിട്ടേണ്ടത് ഫസ്റ്റ്. അവർ ഇത്രയും കഷ്ടപ്പെട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. ഞാൻ നിലമ്പൂരിൽ നിന്ന് വരുന്നത്, മലപ്പുറത്ത് നിന്ന്, ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി. നമ്മളവിടെ ഇതേപോലെ സബ്ജിലും കാര്യങ്ങളും നടക്കുന്നതാണ്. അവിടെ ഇതേപോലെ ജഡ്ജ്മെന്റും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അവിടെ സംസാരിക്കാൻ ഒരു വോയിസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട സമയത്ത് നമ്മൾ സംസാരിക്കേണ്ട അവസരം വന്ന് നമ്മൾ സംസാരിച്ചു. ഇവരിവിടെ കാണിക്കുന്ന ഫുള്ള് തട്ടിപ്പാണ് പറഞ്ഞാൽ തട്ടിപ്പാണ്. ഇതിലൊരു മാറ്റമില്ല. പിന്നെ കറണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് അവര് ആ സ്വിച്ച് ബോർഡിൽ നിന്ന് കറണ്ട് അവർ ഓഫാക്കി. അപ്പൊ ഞാൻ നോക്കിയപ്പോ അവര് വീണ്ടും ഓണാക്കി. അവരങ്ങനെ കാണിക്കും. നമ്മൾ എന്താ വിചാരിക്കണ്ടേ? ഇവര് അപ്പിലൂടെ പറ്റില്ല. ഇവർക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു ന്യായം അവർ കണ്ടെത്തണം. കാരണം അത്രയും കഷ്ടപ്പെട്ടുണ്ട് പിള്ളേരവിടെ കളിച്ച്. എനിക്ക് അതിനുള്ള ഒരു റിസൾട്ട് ഇന്നലെ കിട്ടും വേണം. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയില്ല.